ഹലോ, എല്ലാവർക്കും ഷിജാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ പാചകം ചെയ്യുന്നത് നമ്മുടെ അപ്പച്ചനാണ് കേട്ടോ. അപ്പം അപ്പച്ചൻ്റെ പാചകമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പച്ച അപ്പം നമ്മുടെ അപ്പച്ചൻ പറയുന്നത് ഈ ഇഞ്ചി ഞാനിവിടെ അരിഞ്ഞു വെച്ചേക്കണമല്ലോ. അപ്പം ഈ ഇഞ്ചി ഇങ്ങനല്ല അരിയുന്നത്, ഇച്ചിരി കൂടെ ചെറുതാക്കണമെന്നാണ് അപ്പച്ചൻ പറയുന്നത്. അപ്പച്ചൻ ഭയങ്കര പാചക വിദഗ്ധനാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് ഇന്ന് അപ്പച്ചൻ പറയുന്ന രീതിയിലാണ് ഞാൻ ചിക്കൻ കറി വെക്കാൻ പോകുന്നത്. അപ്പം എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. വെളുത്തുള്ളി ഇങ്ങനെ മതിയോ അപ്പച്ച, അതോ ചെറുതാക്കണോ? ചെറുതാക്കണ്ട. അപ്പം ഇഞ്ചി മാത്രം ചെറുതാക്കിയാൽ മതി എന്നാണ് അപ്പച്ചൻ പറയുന്നത്. അപ്പം ബാക്കി നമുക്ക് വഴിയെ കാണാവേ. നമ്മൾ ചിക്കനൊക്കെ കഴുകി ഇവിടെ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചീനച്ചട്ടി എടുത്ത് വെക്കാവേ. നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവട്ടെ. അപ്പം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാമേ. എണ്ണ ചൂടായി. ഇത് പച്ച ഉണക്കലായോണ്ട് വലിയ ശബ്ദമില്ല പച്ച. ഇനി നമുക്ക് ബാക്കി സാധനങ്ങളും കൂടെ ഇട്ട് കൊടുക്കാവേ. വെളുത്തുള്ളി, സവാള, പച്ചമുളക്. അപ്പം എല്ലാം കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്യാവേ. അപ്പോൾ നമ്മൾ ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തേ. ഉള്ളി പെട്ടെന്ന് വഴളാനെ കൊണ്ടാണ്. അപ്പോൾ ഇച്ചിരി കരിയാപ്പില ഉപ്പും ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. വഴந்து വരട്ടെ. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇന്നിവിടെ പാചകം ഇതെനിക്ക് പറഞ്ഞു തരുന്നത് ഇവിടുത്തെ അപ്പച്ചനാണ് കേട്ടോ. എനിക്കറിയാം, എന്നാലും അപ്പച്ചൻ വന്ന് നിന്നാണ് എനിക്കിന്ന് ഇത് പറഞ്ഞു തരുന്നത്. എന്ന് വെച്ചാൽ അവർ വെക്കുന്ന പോലെയാണോ ഞാൻ വെക്കുന്നതെന്ന് അറിയാനെ കൊണ്ട് ഇവിടെ വന്ന് എനിക്ക് പറഞ്ഞു തരുവാണേ. അപ്പം അതുകൊണ്ട് ഇവിടെ ശബ്ദമൊക്കെ അവരുടെയും കൂടെ കാണും. ചിലപ്പോൾ അത് നിങ്ങൾക്ക് അരോചകരമായി തോന്നുമെങ്കിൽ സോറി കേട്ടോ. അപ്പം നമുക്ക് ഇതിനാവശ്യത്തിനുള്ള പൊടി എടുത്ത് വെക്കാവേ. എനിക്ക് അങ്ങനെ ഒരു അളവൊന്നുമില്ല കേട്ടോ. അപ്പം ചിക്കൻ എത്രയെന്ന് വെച്ചിട്ടാണ് ഞാൻ അത്രയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് അളവെന്നൊക്കെ നിങ്ങൾക്ക് എടുക്കാം. ഞാനങ്ങനെ അളവൊന്നും എനിക്കില്ല. അപ്പം ഈ തന്നെയല്ല, ഈ പൊടിക്ക് ഇച്ചിരി എരിവ് കൂടുതലുള്ള പൊടിയായതുകൊണ്ട് ഞാൻ കുറച്ചാണ് ഇടുന്നത്. പിന്നെ ഇതാണെങ്കിൽ നമ്മുടെ കാശ്മീരിയുടെ ചില്ലിയാണ്. അപ്പം അതുകൊണ്ട് അതും കൂടെ കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എരിവ് കുറവുള്ള പൊടി. അപ്പം നമുക്ക് മല്ലിപ്പൊടിയും കൂടെ കുറച്ചിട്ട് കൊടുക്കാവേ. ഞാൻ ഒരു കുഞ്ഞ് സ്പൂണാണ് മല്ലിപ്പൊടിയുടെ. അപ്പം നമുക്ക് മല്ലിപ്പൊടിയാണ് ഇച്ചിരി കൂടുതൽ വേണ്ടത്. മല്ലിപ്പൊടി മുളക് പൊടിയേക്കാൾ ഇച്ചിരി കൂടെ കൂടുതൽ വേണമല്ലോ. അപ്പം നമുക്ക് ആ ചാറുമൊക്കെ വേണം. തന്നെയല്ല, പൊടി മുളകിൻ്റെ ആ എരിവിനെയൊക്കെ ഒന്ന് ഇതാക്കുന്ന മല്ലിപ്പൊടിയല്ലേ. അപ്പം അതുകൊണ്ട് നമുക്ക് ഇച്ചിരി കൂടുതൽ മല്ലിപ്പൊടി മുളക് പൊടിയേക്കാളും ഇച്ചിരി കൂടുതൽ ഇട്ട് കൊടുക്കാം. അപ്പം ഇത്രയും മതിയാവും മല്ലിപ്പൊടിയെ. ചിക്കൻ്റെ ഇത്ര ഉണ്ട് കേട്ടോ. ഇത് 2 കിലോ ചിക്കനാണ്. അപ്പോഴെന്തായാലും ഇത് കൂടുതലല്ല. ബാക്കി പൊടിയോട് ഇട്ട് കൊടുക്കും. അപ്പം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവേ. ഇതൊക്കെ ഇവിടുത്തെ പൊടിച്ച പൊടികളാണ് കേട്ടോ, ഒറിജിനൽ പൊടികളാണ്. അപ്പം നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടിയിട്ട് ഇട്ട് കൊടുക്കാവേ. കുരുമുളക് പൊടി കുറവാണ്, അതുകൊണ്ട് ഉള്ളത് ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുത്ത്. ഇത് ഇച്ചിരി പൊടിക്കണം. കുരുമുളക് കൂടെ ഉണ്ട്, പക്ഷെ പൊടിക്കണം. അപ്പം ഞാൻ ഇച്ചിരി കൂടെ പൊടിച്ചിട്ട് വരാം. അപ്പം നമ്മൾ പൊടിയെല്ലാം എടുത്തു വെച്ചു. അപ്പം നമുക്ക് ഇനി വേണ്ടത് വേണ്ട ഇത്രയും കായമാണേ. അപ്പം ഞാനൊരു ഇത്രയും കായം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനങ്ങനെ കായം ഇടാറൊന്നുമില്ല കേട്ടോ. ചിക്കനൊന്നും ഞാനങ്ങനെ കായം ഇടാറില്ല. ഇതിപ്പോൾ ഇവിടെ അപ്പച്ചൻ പറഞ്ഞതുകൊണ്ട് അവരൊക്കെ ഈ പണ്ടൊക്കെ ഇങ്ങനെ കായമൊക്കെ ചേർത്താണ് വെക്കണേന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് അപ്പച്ചൻ പറഞ്ഞതനുസരിച്ച് ഞാൻ ഒരിച്ചിരി കായം കൂടെ ഇതിലേക്ക് വെക്കുവാണ്.
അപ്പോൾ കുരുമുളക് കുറവാണ്. ഞാനിനി പൊടിച്ചില്ല, പൊടി ലാസ്റ്റ് ഇച്ചിരി പൊടിച്ചിടാം, ഇപ്പം പൊടിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ സവാള എല്ലാം ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇത്രയും വഴന്നാൽ മതി കേട്ടോ, കൂടുതലങ്ങ് ഭയങ്കരമായിട്ടൊന്നും വഴലണ്ട. അപ്പോൾ ഇതിലേക്ക് ഇനി ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ഇതിലേക്ക് ഇച്ചിരി പട്ട ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഇവിടുത്തെ ഒറിജിനൽ പട്ടയാണ് കേട്ടോ. ഇവിടെ അപ്പച്ചന് ചെത്തി ഒരുക്കി ഉണക്കി വെച്ചിരിക്കുന്ന പട്ടയാണ് ഇത്. ഞാൻ ഇപ്പം ഇട്ട് കൊടുക്കുകയാണ് കണ്ടോ. നമ്മുടെ ഒറിജിനൽ പട്ടയ്ക്ക് ഇത്രയേ ഉള്ളൂ കനം. നമ്മൾ മറ്റേതൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കണ ഭയങ്കര പെരുത്ത വലിയ കട്ടയെ അല്ലേ. അപ്പം ഇവിടുത്തെ ഒറിജിനൽ പട്ടയാണ് ഞാൻ ഇട്ടത്. അപ്പം ഞാൻ എൻ്റെ വീഡിയോയുടെ ലെങ്ത്ത് കൂടിപ്പോകുന്നുണ്ടെന്നൊരു ചേച്ചി കമൻ്റ് ഇട്ടായിരുന്നു. അപ്പം തന്നെ ഞാൻ അതുകൊണ്ട് തന്നെ വേഗം ഇങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എല്ലാം വേഗം ചെയ്യാൻ നോക്കുവാണ്. അപ്പം ഞാൻ വേണ്ട പെരുംജീരകം അരയ്ക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 ഏലക്ക, പിന്നെ 3-4 ഗ്രാമ്പു, പിന്നെ ഈ തക്കോലം എന്ന് പറഞ്ഞ സാധനം. അപ്പം അത്രയും ഞാൻ അരയ്ക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ പൊടിയില്ല കേട്ടോ, പൊടിയില്ലാതെ ഇതാണ് നല്ലത്. നമ്മളപ്പം അരച്ചിടുന്നതാണ് നല്ലത് കേട്ടോ. അപ്പം നമ്മുടെ സവാള എല്ലാം വഴന്നു. ഇനി ഞാൻ പൊടി അങ്ങോട്ട് ഇടാൻ പോവുകയാണ്. അപ്പം നമ്മൾ വേണ്ട പൊടി ഇടാൻ പോവുകയാണ്. നമ്മൾ ആ കായം കൂടെ അതിലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം ഇതൊന്ന് വഴന്നിട്ടേ നമ്മൾ. അപ്പം നമ്മൾ പൊടിയൊക്കെ നല്ലതായിട്ട് തന്നെ മൂത്ത് വരുന്നുണ്ട്. നമ്മൾ പൊടിയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കനെല്ലാം ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തേ. ഇനി ഈ അരപ്പി കിടന്ന് നന്നായിട്ടൊന്ന് അതിൻ്റെ വെള്ളം എല്ലാം ഇങ്ങോട്ട് ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ അതുവരെ നമുക്ക് ഇത് വെള്ളം ഒഴിക്കാതെ ഇങ്ങനെ കിടക്കട്ടെ. കുറച്ച് നേരം ഇങ്ങനെ കിടന്ന് വഴലട്ടെ ചിക്കൻ. അപ്പോൾ ഇനി നമുക്കിതിൽ തക്കാളി ഇടണം കേട്ടോ. അപ്പം നമ്മുടെ ഒരു തക്കാളി കുറവായിരുന്നേ, അതുകൊണ്ട് ഒരു കുഞ്ഞ് തക്കാളിയുടെ ഒരു പീസ് അരമുറിയുള്ളായിരുന്നു, ഞാൻ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളി നന്നായിട്ട് ഇടണം, 2 തക്കാളിയെങ്കിലും ഇത് ഇടണം. അപ്പം നമ്മുടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത്ര ഇട്ടിട്ടുള്ളേ. അപ്പോഴേ ഞാൻ തക്കാളി ഇട്ടുകൊണ്ടിരുന്നത് ഭയങ്കര മഴയായിരുന്നേ. അപ്പം ഞാൻ തുണി എടുക്കാൻ അങ്ങോട്ട് ഓടിപ്പോയി കേട്ടോ. അതാ ഇളക്കുന്ന കാണിക്കാൻ പറ്റാത്തത്. അപ്പം ഞാനിപ്പം പറ്റാത്തതല്ല, ഇളക്കിയില്ലായിരുന്നല്ലോ. അപ്പം ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. ഒന്നിൽ തന്നെ ശ്രദ്ധ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റൂലല്ലോ. പണ്ടൊക്കെ അമ്മച്ചിമാർ പറയും, നമ്മൾ ഏത് ജോലിയുടെ ഇടയിലും നമ്മൾക്കൊരു ശ്രദ്ധ വേണം, പുറത്തും അകത്തും എല്ലാം അല്ലേ. നമ്മൾ ശ്രദ്ധിക്കാതെ എന്നാൽ നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെ ഒരു ജോലിയിൽ തന്നെയല്ല, എല്ലാത്തിലും നമ്മളൊക്കെ ശ്രദ്ധിക്കണം. അതാണല്ലോ നമ്മുടെ അടുക്കള ജോലി എന്നൊക്കെ പറഞ്ഞാൽ. അപ്പം ഞാൻ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ. അപ്പം ഞാൻ നന്നായിട്ട് എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി നമുക്ക് ഇച്ചിരി നേരം മൂടി വയ്ക്കാം, ഒരു 10 മിനിറ്റ് മൂടി വയ്ക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം. അതുവരേക്ക് അതിരിക്കുമ്പോഴത്തേനും ഞാൻ ഈ മസാല അരച്ചുകൊണ്ട് വരട്ടെ. മഴയാണേ കണ്ടോ, നല്ല മഴ പെയ്യുക. എന്തോ മഴയാ. അപ്പം നമ്മുടെ ചിക്കൻ നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പം വെള്ളമൊക്കെ ഇറങ്ങി നല്ലതായിട്ട് കണ്ടോ, എല്ലാം അരപ്പെല്ലാം സെറ്റായി അതിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇച്ചിരി മസാല ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ അരച്ചതാണേ മസാല. അപ്പോൾ ആ വെള്ളം നമുക്ക് കുറച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ മസാല കല്ല് കഴിയ വെള്ളമാണ് അതും. പിന്നെ ഒരു ഇച്ചിരി മസാലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുവാണ്. ബാക്കി മസാല നമ്മൾ
ഇത്രയും മസാലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുവാണേ. ബാക്കി മസാല നമ്മൾ ഇറക്കാൻ നേരം ചേർക്കത്തുള്ളേ. അപ്പം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാവേ. എല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി നമ്മൾക്ക് ഞാൻ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു. വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് വെച്ചേക്കുവാണേ. അപ്പം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഇളക്കിയിട്ട് കാണിക്കാം. അപ്പം നമുക്ക് ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പച്ചനൊക്കെ നന്നായിട്ട് ഇത് വേവണം കേട്ടോ. പ്രായമുള്ളവരല്ലേ, നമ്മുടെ അല്ലല്ലോ, അവരുടെ പല്ലിനൊക്കെ അധികം ബലമൊന്നും ഉള്ളതല്ലല്ലോ. അപ്പം തന്നെ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വെള്ളം ഇതിൽ ഒഴിച്ചത്. അപ്പം ഈ വെള്ളം എല്ലാം വെന്ത് ഇത് പറ്റി വരട്ടെ. നമുക്ക് അടച്ചു കൊടുക്കാം. അപ്പം അങ്ങനെ ഇരുന്ന് വേവട്ടെ. അപ്പം ഞാൻ ഇച്ചിരി കരിയാപ്പിലയും കൂടെ ഇടാൻ മറന്നുപോയി കേട്ടോ. അപ്പം ഇച്ചിരി കരിയാപ്പിലയും കൂടെ ഇട്ടേ. അപ്പം നമുക്ക് അടച്ചു കൊടുക്കാം. ഞാൻ അടപ്പങ്ങ് മാറ്റിയാതെ അതിൽ മുങ്ങിക്കിടന്നതുകൊണ്ട് ചിക്കൻ കറി ഒന്ന് തുറന്ന് നോക്കാവേ. ഒരുവിധമൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഒന്നും ആയിട്ടില്ല. നന്നായിട്ട് വേവണമല്ലോ. ഒന്ന് ഇളക്കി കൊടുക്കാവേ. നമുക്ക് അടി പിടിക്കുമല്ലോ എന്ന് അറിയത്തില്ലല്ലോ. ചാറൊക്കെ ഒന്ന് കൊഴുത്ത് വരുന്നതേ ഉള്ളേ. ഒന്നുകൂടെ ഒന്ന് റെഡി ആവട്ടെ. അടച്ചു കൊടുക്കാവേ. അപ്പം നമ്മുടെ ചിക്കൻ കറി എല്ലാം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. പക്ഷേ ഇച്ചിരി കൂടെ നമുക്കൊന്ന് പറ്റണമെന്ന്, ശകലം കൂടെ. അപ്പം അത് പറ്റാനായിട്ട് ഞാൻ വെച്ചേക്കാണ് ഇത്തിരി കൂടെ. അപ്പോൾ ഒന്ന് കൊഴുപ്പൊക്കെ വരാനെ കൊണ്ട് കൊഴുത്തു, എന്നാലും ഇച്ചിരി കൂടെ കഷ്ണം ഇച്ചിരി കൂടെ വേവാനുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ശകലം കൂടെ വെന്തോട്ടെ. ഇച്ചിരി കൂടെ നമുക്ക് അടച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ബാക്കി വരുന്ന മസാലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ. ഇത് നമ്മൾ ലാസ്റ്റാണ് ഇടുന്നത്. അപ്പം അത് ഞാൻ ഇട്ട് കൊടുക്കുവാണ്. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എന്നാലും ഒരു 5-10 മിനിറ്റ് കൂടെ ഇരുന്നോട്ടെ. ഇതൊക്കെ ഒന്ന് പിടിക്കണമല്ലോ അതിനെ. അപ്പം ഈ മസാലയൊക്കെ ഒന്നുകൂടെ ഒന്ന് പിടിച്ചോട്ടെ. അപ്പം നമ്മൾ ചിക്കൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് ഇറക്കി വെച്ചിട്ട് ഇനി അടുത്ത് കടുക് പൊട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം കടുക് പൊട്ടിക്കാൻ നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ കറി നല്ല കടുവൊക്കെ പൊട്ടിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം എൻ്റെ ചിക്കൻ കറി ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ വീഡിയോ കയറി കണ്ട് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പുതിയതായിട്ട് കാണുന്നവരൊക്കെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എൻ്റെ എല്ലാ നല്ല കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം, ടാറ്റാ.